തൃശൂരിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന വീണ്ടും ജനവാസ മേഖലയിൽ. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷനിൽ എത്തിയ ആനയുടെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടി. ചികിത്സ നൽകിയ ശേഷം കാടുകയറ്റിയ ആന 2 ദിവസത്തിന് ശേഷമാണ് വീണ്ടും ജനവാസ മേഖലയിൽ എത്തുന്നത്. ആനയ്ക്ക് ചികിത്സ നൽകി കാടുകയറ്റി വിടുകയായിരുന്നു. പക്ഷേ അത് വീണ്ടും ജനവാസ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ ആനയുടെ ദൃശ്യങ്ങളാണിത്. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, ആനയെ കാടുകയറ്റി വിട്ടെങ്കിലും വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏത് സ്ഥലത്താണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്? ലക്ഷ്മി, ആതിരപ്പള്ളി കാലടി പ്ലാന്റേഷനിൽ 3-ാം ബ്ലോക്കിലാണ് ആന എത്തിയിരിക്കുന്നത്. 2 ദിവസങ്ങൾ ചികിത്സ നൽകി വിട്ടയച്ചതിന് ശേഷം ആനയെ കാണാതായിരുന്നു. അതിനുശേഷം ആന വീണ്ടും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മുൻപത്തേക്കാൾ ആരോഗ്യവാനായി കൂടുതൽ കരുത്തനായാണ് മടങ്ങിവരവ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ 24-ന് വെള്ളിയാഴ്ചയാണ് ഏറെ നേരത്തെ 2 ദിവസത്തെ തിരച്ചിലിനും അന്വേഷണത്തിനും ഒടുവിൽ ആനയെ കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതുമൊക്കെ. സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകി ആനയെ മയക്കി നിർത്തിയതിനു ശേഷം 30-ലധികം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർ അരുൺ സക്കറിയും ഒക്കെ ഏറെ നേരം ജോലി ചെയ്താണ് ഇത്തരത്തിൽ ആനയ്ക്ക് ചികിത്സ നൽകാൻ സാധിച്ചത്. ആ മുറിവിലുണ്ടായിരുന്ന പഴുപ്പും ചലവുമൊക്കെ പൂർണ്ണമായും പുറത്തെടുത്തതിന് ശേഷം മറ്റ് പ്രതിരോധ മരുന്നുകൾ കൂടി ആനയ്ക്ക് നൽകിയതിനു ശേഷമാണ് ആനയെ തിരികെ കാട് കയറ്റാൻ ഉദ്യോഗസ്ഥർക്കായത്. എന്നാൽ ഇതിനുശേഷം 2 ദിവസങ്ങളിൽ ആന പുറത്തു വരാതിരുന്നത് നേരിയ തോതിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. നേരത്തെ തന്നെ ചികിത്സ നൽകുന്ന സമയത്ത് ആനയ്ക്ക് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവശനിലയിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ചികിത്സ നൽകിയതിനു ശേഷം 2 ദിവസങ്ങൾ കാണാതിരുന്നപ്പോൾ ആനയ്ക്ക് മറ്റെന്തെങ്കിലും അപായം സംഭവിച്ചതോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കകളെയൊക്കെ അല്ല എന്ന് ദൂരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊമ്പൻ വീണ്ടും തിരിച്ച് ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് കൊമ്പൻ എത്തിയിട്ടുള്ളത്. കാലടി പ്ലാന്റേഷനിലും ഏഴാറ്റുമുഖം ഭാഗങ്ങളിലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ആന ചാലക്കുടി പുഴയിൽ വെള്ളം കുടിക്കാനും മറ്റുമായി എത്തിയത്. ഇപ്പോൾ കാലടി പ്ലാന്റേഷനിലെ തോട്ടത്തിനുള്ളിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന വീണ്ടും മടങ്ങിയെത്തി കണ്ടു. പൂഴിമണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് ആ മുറിവിൽ വീണ്ടും സ്വയം ചികിത്സ നടത്തുന്ന നിലയിലാണ് ആനയെ കണ്ടത്. വലിയ പരിക്കുകളില്ല, അവശതയില്ല. വനംവകുപ്പിന്റെയും ഡോക്ടർ അരുൺ സക്കറിയുടെയും ഒക്കെ ചികിത്സ ഫലവത്തായി എന്ന് തന്നെ വേണം നമുക്ക് വിചാരിക്കേണ്ടത്. ഏതായാലും ആ ആന മടങ്ങിയെത്തിയത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ 100 കണക്കിന് ആനകൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഉണ്ട് എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ പക്ഷേ ജനവാസ മേഖലയിൽ ഇറങ്ങിയെങ്കിലും ആളുകൾക്ക് ഇതുവരെയും ഉപദ്രവമൊന്നും ഉണ്ടാക്കിയതായിട്ടുള്ള വിവരങ്ങളില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത് പറമ്പിക്കുളം വനമേഖലയിൽ നിന്നും ഏഴാറ്റുമുഖം ആതിരപ്പള്ളി മേഖലയിലേക്ക് എത്തപ്പെട്ട കാട്ടുകൊമ്പനാണ് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ ഉണ്ടായ മുറിവാണ് ഇതെന്നും ഡോക്ടർ അരുൺ സക്കറിയ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും 2 ആഴ്ചയിലേറെയായി ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു ചർച്ചാ വിഷയമായിരുന്നു ഇത്തരത്തിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ. കഴിഞ്ഞ ഡിസംബർ അവസാന വാരം മുതലാണ് ഈ മേഖലകളിൽ ആനയെ കണ്ടു തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ ആനയെ കാണുമ്പോൾ ചെറിയൊരു മുറിപ്പാട് മാത്രമായിരുന്നു നെറ്റിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ദിവസങ്ങൾക്കകം അത് വ്രണമായി രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് വനംവകുപ്പ് അതിന് ചികിത്സ നൽകാനും മറ്റു നടപടിക്രമങ്ങൾ നടത്താനുമെല്ലാം തീരുമാനിച്ചത്. ദിവസങ്ങളോളം വനംവകുപ്പിന്റെ തൃശൂരിൽ നിന്നും ആതിരപ്പള്ളിയിൽ നിന്നുമുള്ള വിവിധ ഉദ്യോഗസ്ഥർ ആനയെ തിരഞ്ഞ് നിരീക്ഷണത്തിൽ കണ്ടെത്തി. പിന്നീട് ആനയെ സ്പോട്ട് ചെയ്തതിനു ശേഷമാണ് വയനാട്ടിൽ നിന്നും ഡോക്ടർ അരുൺ സക്കറിയ എത്തിയത്. അരുൺ സക്കറിയ എത്തിയതിനു ശേഷവും 2 ദിവസത്തിലെ തിരച്ചിലിന് ശേഷമാണ് 3-ാം ദിവസം ആനയെ മയക്കുവെടി വെക്കാനും പിടികൂടാനും ചികിത്സ നൽകാനും ഒക്കെ സാധിച്ചത്. അതിനുശേഷം കാണാതായ കൊമ്പൻ വീണ്ടും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആതിരപ്പള്ളിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. ലക്ഷ്മി, ലെവിൻ, ഈ കൊമ്പനെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള എന്തെങ്കിലും നടപടികൾ അവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ടോ? വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അത്തരം നീക്കങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ? ലക്ഷ്മി, ഒട്ടേറെ പരിമിതികളിലൂടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഈ കൊമ്പൻ മാത്രമല്ല, ഏകദേശം 100-നടുത്ത് കൊമ്പന്മാരും ചെറിയ ആനകളടക്കം കുട്ടിയാനകളടക്കം അത്തരത്തിൽ 100-നടുത്ത് ആനകൾ വിഹരിക്കുന്ന ഒരു വനപ്രദേശ മേഖലയാണ്. റിസർവ് ഫോറസ്റ്റ് ഏരിയയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു കൊമ്പനെ മാത്രം തുരത്തി വനത്തിനുള്ളിലാക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ജോലിയാണ്. മാത്രമല്ല, നമുക്കറിയാം ഈ ആനയെ കാണാതായ സമയങ്ങളിലൊക്കെ ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി ഡ്രോൺ ക്യാമറകൾ പരത്തിയപ്പോൾ
നിരവധി കാട്ടാനകളെ കണ്ടെത്തുക കൂടി ചെയ്തിരുന്നു. ഏഴാറ്റുമുഖം ഗണപതി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആനയാണ് ഈ മേഖലകളിൽ ജനവാസ മേഖലയിൽ പ്രധാനമായും ഇറങ്ങുന്നത്. ഏഴാറ്റുമുഖം ഗണപതിക്കൊപ്പം തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായി ഈ മേഖലയിലേക്ക് എത്തുന്ന ഈ കൊമ്പൻ മാറിയിരിക്കുന്നത്. അതായത് മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ സ്ഥിരമായി മാറിയിരിക്കുന്നത്. കാട്ടാനകളാണെങ്കിലും പ്രദേശവാസികൾ പറയുന്നത് ഏഴാറ്റുമുഖം ഗണപതി അടക്കമുള്ള ആനകൾ തങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ആനകളാണ്. അല്ലെങ്കിൽ കയറി പോകാൻ പറഞ്ഞാലോ ഒച്ച വെച്ചാലോ ഒക്കെ കയറി പോകുന്ന തരത്തിലുള്ള ആനകളാണ്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും ഈ ഇത്തരത്തിലുള്ള ആനകൾ കൊണ്ടുണ്ടാകുന്നില്ല. പക്ഷേ ചില ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തിയാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയുമുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്ത തരത്തിലാണ് ഈ ഏഴാറ്റുമുഖം ആതിരപ്പള്ളി കാലടി പ്ലാന്റേഷനിൽ കണ്ടുവരുന്ന ആനകളുടെ സ്വഭാവമെന്നും പറയുന്നു. ഏതായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനകളെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങളും മറ്റും ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ലക്ഷ്മി, തൃശൂരിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന വീണ്ടും ജനവാസ മേഖലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ കരുത്തനായാണ് ആന എത്തിച്ചേർന്നിരിക്കുന്നത്. ആനയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മേലേക്ക് ആ മുറിവിലേക്ക് പൂഴിമണ്ണ് വാരി വിതറുകയാണ് ആ കൊമ്പൻ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.